ഇത് 2014 ഓൾട്ടോ 800 LXI ആണ്. ബേസ് മോഡലാണ്. ഇതിൽ രണ്ട് വേരിയന്റാണ് വരുന്നത്, LXIയും VXIയും. ഇത് ഡാറ്റ്സന്റെ വണ്ടിയാണ്, മാരുതിയുടെ അല്ല. ഡാറ്റ്സൺ റെഡിഗോ ആണ്. 2018 മോഡലാണ്. ഇത് തന്നെ ആയിരുന്നാലും 14,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. മാരുതിയുടെ വാറണ്ടി എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് നോംസ് ഉണ്ട്. 1,00,000 കിലോമീറ്ററിൽ താഴെ ആയിരിക്കണം, 2 ഓണർഷിപ്പിൽ കൂടാൻ പാടില്ല. ഇത് 2011 മോഡൽ ഇയോൺ ഇറയാണ്. ബേസ് മോഡലാണ് വരുന്നത്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 69,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് 2016 മോഡലാണ്. ഓൾട്ടോ 800 LXI തന്നെയാണ്. ഇത് സിംഗിൾ ഓണർ തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം വെമ്പാലവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇൻഡസിൻ്റെ ഷോറൂമിലാണ് വന്നേക്കുന്നത്. കുറച്ച് അധികം നല്ല കുറഞ്ഞ വണ്ടികൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളും മറ്റുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിലയും വിവരങ്ങളും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ പറ്റി പറഞ്ഞു തരാം. ഇവിടുത്തെ സ്റ്റാഫ് വന്നിട്ടുണ്ട്. പേരെങ്ങനെയായിരുന്നു? അഖില. ഈ സ്ഥാപനം എവിടെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ലാൻഡ്മാർക്ക് അടക്കം ഒന്ന് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ലുലു മോളിലോട് വരുന്ന വഴി, അതായത് ചാക്കയ്ക്കും ലുലു മോളിനും സെൻട്രലായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. നമ്മുടെ ബൈപ്പാസിലെ സർവീസ് റോഡാണ്. ബൈപ്പാസ് റോഡല്ല, അതിന്റെ സർവീസ് റോഡിലായിട്ടാണ് നമ്മുടെ ഷോറൂമിന്റെ അടുത്ത് വരുന്ന മെയിനായിട്ട് വരുന്നത്. ഒന്ന് ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പ് വരുന്നുണ്ട്, രണ്ടാമത് ദീദിയുടെയും പിന്നെ കിയയുടെ ഷോറൂം, പഴയ കിയയുടെ ഷോറൂം ഇപ്പം ഇല്ല, കിയയുടെ ഷോറൂം പറഞ്ഞുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്നത് നമുക്കിവിടെ റെന്റലിന്റെ ഉണ്ട്. നമ്മുടെ ഈ ഒരു ഷോറൂമിലായിട്ട് തന്നെ റെന്റലിന്റെ ഓഫീസ് പറഞ്ഞുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ലാൻഡ് മാർക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇത് 2010 മോഡൽ ഓൾട്ടോ ആണ്. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. സിംഗിൾ ഓണർ ആണ്. ഇത്രയും വർഷമായിട്ടും വേറൊരു ഹാൻഡിലോട്ട് മാറിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്. എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഇല്ല, ക്ലെയിമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. 59,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ടയർ അത്യാവശ്യം മോശമാണ്. ടയർ എന്തായാലും നമുക്ക് മാറേണ്ടി വരും. അത്യാവശ്യം ഒരു പഴയൊരു മോഡലാണ്. വലിയ കാര്യം, വണ്ടി വന്നതേ ഉള്ളൂ. നമ്മുടേതായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ഫ്രണ്ട് മിറർ ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ചേഞ്ച് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. വണ്ടി ഇടിച്ചാണോ? ചെറിയൊരു ഇത് ബോണറ്റ് ഒന്ന് നോക്കിയാണ് ചേട്ടാ. പേസ്റ്റിങ്ങിനൊന്നും പറ്റിയിട്ടില്ല. വലിയ ഇടിയല്ല. നമുക്ക് സാധാരണ നമ്മൾ വണ്ടികൾ കൊണ്ടുപോകുമ്പോൾ ഇപ്പൊ പുതിയ വണ്ടികൾ നമ്മൾ എടുത്തിട്ട് അങ്ങോട്ട് ഇപ്പൊ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ആരെങ്കിലും കൊണ്ട് ഇടിച്ചു തരുന്നതായിരിക്കാം. അങ്ങനെയായിരുന്നാലും നമ്മൾ ഫുൾ കവർ, നമുക്കിപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്ക് ഓൾറെഡി ഇപ്പോൾ എന്താ പറയാ, ഇൻഷുറൻസ് തന്നെ ഫുൾ കവർ ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങളായിട്ട് കൊണ്ടുപോകുമ്പോൾ സർവീസുകാർ ഓൾറെഡി ഇപ്പോൾ ഒരു ബോണറ്റിൽ സ്ക്രാച്ച് ആയിട്ട് കൊണ്ടുപോയി അത് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യും. എന്തായാലും നമ്മളെ ഹിസ്റ്ററിയിൽ ഉണ്ടാവും ബോണറ്റ് റീപ്ലേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതങ്ങനെയാണ്. ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു 1.25 ചോദിക്കുന്നത്. ഒരു 85-90 ആ ഒരു റേഞ്ചിനൊക്കെ കിട്ടുന്ന ഒരു വണ്ടികളാണ്. അത്യാവശ്യം എന്താ പറയുക, ചെറിയ ബഡ്ജറ്റുള്ള ആൾക്കാർക്ക് നമുക്ക് റെഡി ക്യാഷ് കൊടുത്തിട്ട് എടുക്കാൻ പറ്റും. ഫിനാൻസോ കാര്യങ്ങളോ ഒന്നും ഇടാതെ 2010 നമുക്ക് ഫിനാൻസ് കിട്ടും. പക്ഷേ നമുക്ക് റെഡി ക്യാഷിന് എടുക്കാവുന്ന കസ്റ്റമേഴ്സിന് ചെറിയൊരു എമൗണ്ട് അല്ലേ, അവർക്ക് ഒരുപാട് എന്താ പറയുക 1 ഇയർ നമുക്ക് ലോൺ അടച്ച് അങ്ങനെ ഒരു ഇതാവാണ്ട് കുറച്ച് എമൗണ്ട് കൊടുത്ത് എടുക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഇത് ഡാറ്റ്സന്റെ വണ്ടിയാണ്, മാരുതിയുടെ അല്ല. ഡാറ്റ്സൺ റെഡിഗോ ആണ്. 2018 മോഡലാണ്. ഇത് തന്നെ ആയിരുന്നാലും 14,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ തന്നെയാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ മാരുതി പോലെ 2018 ഒരുപാട് ബഡ്ജറ്റ് അല്ലാണ്ട് നോൺ മാരുതി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും. കിലോമീറ്ററും 12-14 അടുത്തൊക്കെ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2.25 വരുന്നത്. അതാണ് ചോദ്യം വരുന്നത്. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് ഒക്കെ മാരുതി വണ്ടികൾക്ക് അറിയാവോ, ഒരു 13-15 റേഞ്ചിനകത്തായിരിക്കും കിട്ടുന്നത്. നമ്മുടെ മാരുതിയുടെ വണ്ടി പോലെ 18-20 ആ ഒരു മൈലേജ് എന്തായാലും കിട്ടത്തില്ല. മൈലേജ് കുറവായിരിക്കും. പിന്നെ അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടിക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല. എത്ര? 2.75. ഇത് 2011 മോഡല് ഇയോൺ ഇറയാണ്. ബേസ് മോഡലാണ് വരുന്നത്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 69,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നമ്മുടെ ചോദ്യം വരുന്നത് 1.60 ലോ ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടെയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് കേസ് റീപ്ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഫ്രണ്ട് നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ് ഒന്ന് ക്രാക്ക് ആയിട്ടുണ്ട്. കല്ലെങ്ങാണ്ട് വന്ന് അടിച്ചതാണ്, അങ്ങനെയാണ് അത് ക്രാക്ക് ആയിട്ടുള്ളത്. അതെ. നമ്മളിപ്പോൾ അല്ലാണ്ട് മാറിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാ മാറിയത്, ആക്സിഡന്റിലാണോ മാറിയത്. കസ്റ്റമർ കണ്ടു കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ, അങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് കരുതിയിട്ടാണ് ഇട്ടേക്കുന്നത്. 1.60 ചോദ്യം വരുന്നത്. ഇത് ലോൺ സൗകര്യം ഉണ്ടോ? ഇത് ലോൺ സൗകര്യം ഉണ്ട്. 2011 മോഡലാണ്. ലോൺ സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് 1-1.5 വർഷം വരെ ലോണും കിട്ടുന്നു. ഇത് 2014 ഓൾട്ടോ 800 LXI ആണ്. ബേസ് മോഡലാണ്. ഇതിൽ രണ്ട് വേരിയന്റാണ് വരുന്നത്, LXIയും VXIയും. അതിൽ ബേസ് മോഡലാണ് ഇത് വരുന്നത്. ഇതാണെങ്കിൽ
വളരെ ലോ കിലോമീറ്റർ ആണ്, 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കമ്പനി സീറ്റ് കവർ തന്നെയാണ് വരുന്നത്. കിലോമീറ്റർ എത്ര? 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? വിൻഷീൽഡ് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഇടിച്ചാണോ? ഫ്രണ്ടിലെ ഗ്ലാസ് ചെറിയൊരു ക്രാക്ക് ആയിട്ട്, നമുക്കിപ്പോൾ അറിയാമല്ലോ സൈഡിൽ നിന്ന് ഒരു ചെറിയ ക്രാക്ക് ഉണ്ടായിരുന്നാൽ പോലും ഈ ഭാഗത്തൊരു ഇടി വരുവാണെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗ്ലാസ്സിൽ ചെറിയ ക്രാക്ക് വന്നാലും നമ്മളത് ചേഞ്ച് ചെയ്യും. അകം വലിയ കുഴപ്പമില്ല. പേസ്റ്റിംഗ് ഒന്നും മാറ്റിയിട്ടില്ല. ചെറിയ തുരുമ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. പിന്നെ ഡോറ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏത് ഡോറാണ്? ഈ സൈഡ് ഡോർ. ഫ്രണ്ട് ഡോറോ? ആ, ഇവിടെ ലാസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. പേസ്റ്റിങ് ഇത് പോയിട്ടുണ്ട് സൈഡിൽ, ഏറ്റവും താഴത്ത് കണ്ടോ. എത്ര ചോദ്യം? ഇത് 260 ചോദ്യം വരുന്നത്. 260. ആ, ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫിനാൻസ് ഒക്കെ ഉണ്ട്. ഇതും സെയിം തന്നെയാണ്. ഒരു 60-65 അടയ്ക്കുവാണെങ്കിൽ നമുക്ക് ബാക്കിക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഒരു 6,000 രൂപയ്ക്കകത്ത് വെച്ച് ഫിനാൻസ് അടച്ച് വരുന്ന രീതിക്ക് നമുക്ക് മന്ത്ലി ഒരു 6,000 വെച്ച് അടയ്ക്കുന്ന രീതിയിൽ ഫിനാൻസ് സൗകര്യം ചെയ്യാൻ പറ്റും. ഇത് 2016 മോഡലാണ്. ഓൾട്ടോ 800 LXi തന്നെയാണ്. ഇത് സിംഗിൾ ഓണർ തന്നെയാണ്. നമുക്ക് 275 ചോദ്യം വരുന്നത്. 41,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇല്ല, ആക്സിഡന്റ് കേസോ അങ്ങനെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ രണ്ടാമത് മാറിയതാണോ? ടയർ 2 ടയർ മാറിയിട്ടുണ്ട്. 2 ടയർ. ആ, വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 2018 മോഡലിലെ ഓൾട്ടോ 800 ആണ്. ഇത് നമുക്ക് 6 മാസം വാറണ്ടി, മാരുതിയുടെ വാറണ്ടി വരത്തില്ല, ഇൻഡസിന്റെ വാറണ്ടി ആയിരിക്കും തരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, 85,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ഇപ്പൊ കുറവായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് മാരുതിയുടെ വാറണ്ടി എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് നോംസ് ഉണ്ട്. 1,00,000 കിലോമീറ്ററിൽ താഴെ ആയിരിക്കണം, 2 ഓണർഷിപ്പിൽ കൂടാൻ പാടില്ല, മേജർ ആക്സിഡന്റ്, അതായത് നമ്മൾ സ്ട്രക്ചറൽ ഡാമേജ്, മെക്കാനിക്കൽ സൈഡ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും, ഡോറ് ഗ്ലാസ് ഒന്നും വരത്തില്ല, മെക്കാനിക്കൽ സൈഡ് എന്തെങ്കിലും റീപ്ലേസോ കാര്യങ്ങളോ വരാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് നോംസ് ഉണ്ട് മേജർ ആയിട്ടുള്ള. അപ്പം അതിൽ വരുമ്പോൾ 85,000 കിലോമീറ്റർ ഓടി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ വാറണ്ടി കൊടുക്കത്തില്ല എന്ന് പറയില്ല, ഉറപ്പായിട്ടും നമുക്ക് ആ വാറണ്ടിയിൽ കവർ ചെയ്ത് തന്നെ നമ്മൾ ഇൻഡസിന്റെ വാറണ്ടി ആയിരിക്കും നൽകുന്നത്. ഇത് സിംഗിൾ ഓണർ ആണ്. 2018 ഇയർ ഉണ്ട്, മോഡലുണ്ട്. പക്ഷെ കിലോമീറ്റർ മാത്രമേ 85,000 ആ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ. വേറെ വണ്ടിക്ക് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. സെയിം നമ്മൾ വാറണ്ടി വണ്ടി എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫുൾ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് 275 ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന 1.5 ലക്ഷത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയും 2.25 ലക്ഷത്തിനും ഒക്കെ ഉള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.